തൃശൂരിൽ ബസ് യാത്രക്കിടെ അപസ്മാരം വന്ന വയോധികന് രക്ഷകരായത് KSRTC ബസ് ജീവനക്കാരാണ്. അവശനിലയിലായ വയോധികനെ ജീവനക്കാർ അതേ ബസ്സിൽ തന്നെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ചാലക്കുടി കൊന്നക്കുഴി സ്വദേശി 73 വയസ്സുള്ള ജോണി റപ്പായിക്കാണ് ജീവനക്കാരുടെയും യാത്രക്കാരുടെയും എല്ലാം സംയോജിതമായ ഇടപെടലിലൂടെ ജീവൻ തിരിച്ചു കിട്ടിയത്. ചാലക്കുടി ഡിപ്പോയിലെ കണ്ടക്ടർ ഷൊർണൂർ കവളപ്പാറ സ്വദേശിയായ ഷാജന്റെയും അമ്പല്ലൂർ സ്വദേശി ഡ്രൈവർ ഷിമിലിന്റെയും നേതൃത്വത്തിലായിരുന്നു ഈ രക്ഷാപ്രവർത്തനം നടന്നത്. മലക്കപ്പാറ ചാലക്കുടി KSRTC ബസ്സിൽ ഇന്നലെ ഉച്ചതിരിഞ്ഞായിരുന്നു സംഭവം. കൊന്നക്കുഴി സ്വദേശി 73 വയസ്സുള്ള ജോണിക്കാണ് അസുഖബാധയുണ്ടായത്. കൊന്നക്കുഴിക്ക് സമീപം ചാട്ടക്കല്ല് സ്റ്റോപ്പിൽ നിന്ന് 4 മണിയോടെയാണ് ജോണിയും ഭാര്യയും ബസ്സിൽ കയറിയത്. 5 മിനിറ്റിനകം ജോണിക്ക് അവശത അനുഭവപ്പെട്ടു തുടങ്ങി. അധികം വൈകാതെ ജോണിയുടെ കൈ മരവിക്കുകയും വായ് ഒരു വശത്തേക്ക് കോടുകയും ചെയ്തു. സംഭവം ശ്രദ്ധയിൽപ്പെട്ട കണ്ടക്ടർ ഷാജൻ ഉടൻ CPR നൽകി. പിന്നാലെ പ്രദേശത്തെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ജോലി കഴിഞ്ഞ് മടങ്ങിപ്പോകുന്ന ബസ്സിലെ യാത്രക്കാരായ 2 നേഴ്സുമാരും ജോണിക്ക് CPR നൽകി. ഇതിനിടെ ആംബുലൻസിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ലഭിക്കാതെ വന്നതോടെ ബസ് അതിവേഗത്തിൽ 15 കിലോമീറ്റർ അപ്പുറത്തുള്ള ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രി ലക്ഷ്യമാക്കി പാഞ്ഞു. വിവിധ സ്റ്റോപ്പുകളിൽ ഇറങ്ങേണ്ട യാത്രക്കാർ ബസ്സിലുണ്ടായിരുന്നെങ്കിലും അവരാരും സ്റ്റോപ്പുകളിൽ ഇറങ്ങാതെ രോഗിയെ ആശുപത്രിയിൽ എത്തിക്കാൻ സഹകരിച്ചതും ജീവൻ തിരിച്ചു കിട്ടാൻ തുണയായി. നമ്മുടെ ബസ് ഒരു ആംബുലൻസ് പോലെ വളരെ പെട്ടെന്ന് തന്നെ തൊട്ടടുത്തുള്ള സെന്റ് ജെയിംസ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. യാത്രക്കാരെല്ലാവരും നമ്മളോട് സഹായിച്ചു. അവരെ ഇടയ്ക്ക് ഇറങ്ങാനുള്ള ആളുകളെല്ലാം കുഴപ്പമില്ല, ഞങ്ങൾ ചാലക്കുടി വരാൻ തയ്യാറാണെന്ന് പറയുകയും അങ്ങനെ അവരുടെ എല്ലാം സഹായത്തോടു കൂടി വളരെ പെട്ടെന്ന് തന്നെ ചാലക്കുടി സെന്റ് ജെയിംസ് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയും അവിടെ അടിയന്തര ചികിത്സ നൽകുകയും ചെയ്തു. ഡ്രൈവറുടെ മിന്നൽ വേഗത്തിൽ 4:40 എത്തേണ്ട ബസ് 4:15 ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ എത്തിച്ച് രോഗിയെ അടിയന്തര ചികിത്സയ്ക്ക് വിധേയമാക്കുകയായിരുന്നു. ജീവനക്കാരുടെയും യാത്രക്കാരുടെയും സമയോചിത ഇടപെടൽ മൂലം വയോധികൻ ആരോഗ്യത്തോടെ വീട്ടിലേക്ക് മടങ്ങിയതായി ആശുപത്രി അധികൃതർ അറിയിച്ചു. മാതൃഭൂമി ന്യൂസ്, തൃശൂർ. MS ലിഷോയ് ചേരുന്നുണ്ട് തത്സമയം. ലിഷോ, ഇപ്പോൾ ആംബുലൻസിന്റെ ദൗത്യം ഏറ്റെടുക്കുന്ന ഒരുപാട് രക്ഷാപ്രവർത്തകരെ നമ്മൾ കാണാറുണ്ട്. ശരിക്കും അങ്ങനെ തന്നെയാണ് വേണ്ടത്. കാരണം ആംബുലൻസിന്റെ മാത്രം ഉത്തരവാദിത്തമല്ല, എല്ലാം മനുഷ്യജീവന് നമ്മൾ കൂടി വില കൽപ്പിക്കേണ്ടതുണ്ട്. അത് അവരുടെ മാത്രം ഉത്തരവാദിത്തമാണ് എന്ന് ഒഴിഞ്ഞു പോകുന്ന കുറേ മനുഷ്യരുണ്ട്. പല ജീവനും അങ്ങനെ റോഡിൽ പൊലിയുന്ന കാഴ്ചകളും നമ്മൾ കണ്ടിട്ടുണ്ട്. വേണമെങ്കിൽ ഇവർക്ക് റോഡിൽ ഇറക്കി വിട്ട് ഒരു ഓട്ടോ പിടിച്ച് പൊക്കോളൂ എന്ന് പറയാം. പക്ഷെ അങ്ങനെ ചെയ്തില്ല. ശരിക്കും അഭിനന്ദനാർഹം. അതോടൊപ്പം തന്നെ ആ യാത്രക്കാരെ കൂടി, ആ ബസ്സിലുള്ള എല്ലാ യാത്രക്കാർക്കും നല്ല മനസ്സുള്ള മനുഷ്യരാണ്. കാരണം അവരിലും അത്യാവശ്യക്കാരുണ്ടാകും എനിക്കിടയിൽ ഇറങ്ങണമെന്ന് വാശി പിടിക്കാം. പക്ഷെ അവരാരും അത് ചെയ്തില്ല. അവരും ഒന്നിച്ചു നിന്നു. ഒരേ മനസ്സോടെ നിന്ന് ആ ജീവൻ കാക്കാൻ എല്ലാവരും കൂടി ചേർന്ന് നിന്നു എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. നല്ല മനസ്സുള്ള കുറേ മനുഷ്യർ. അതെ, അതായത് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, മലയാളികൾ പ്രത്യേകിച്ച് നമ്മളെല്ലാവരും തന്നെ വളരെ സ്വാർത്ഥരാണ് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ അവിടെയൊക്കെ തന്നെ നമ്മൾ അത് തിരുത്തി പറയിപ്പിച്ചിട്ടുമുണ്ട്. കാരണം എല്ലാവർക്കും ഒരു അപകടം വരുമ്പോൾ, ആപത്ത് വരുമ്പോൾ അത് നമ്മൾ തന്നെ തിരുത്തി പറയിപ്പിക്കാറുണ്ട്. അത് പ്രളയകാലത്തും കോവിഡ് കാലത്തും ഒക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെയാണ് ഈ ഒരു സംഭവം. ആ ഒരു വയോധികന് ബസ്സിൽ കയറി ഏകദേശം 5 മിനിറ്റ് എടുത്തില്ല, അപ്പോഴേക്കും തളർന്നു വീഴുകയാണ് ഉണ്ടായത്. ആ തളർന്നു വീണ സമയത്ത് ആ ബസ്സിലുണ്ടായിരുന്ന എല്ലാവരും ഒരേ മനസ്സോടുകൂടി എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന് ചികിത്സ ലഭ്യമാക്കുക എന്നുള്ളൊരു കാര്യത്തിലേക്ക് മാത്രമാണ് എല്ലാവരും തന്നെ മുന്നോട്ട് വെച്ച ഒരു കാര്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. ഏകദേശം 15 കിലോമീറ്ററോളം ഉള്ള ഒരു സ്ഥലത്തേക്കാണ് നിർത്താതെ ആ ബസ് പോയത്. അപ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാവുന്നതാണ്, അതിരപ്പള്ളിയിൽ നിന്ന് ചാലക്കുടിയിലേക്കുള്ള റൂട്ടാണ്. എപ്പോഴും ബസ്സുള്ള ഒരു റൂട്ടൊന്നുമല്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു റൂട്ടിൽ പോലും ആളുകളെല്ലാവരും തന്നെ ഒരാളുടെ ജീവന് വേണ്ടി വളരെയേറെ ഒത്തൊരുമിച്ച് നിന്നു എന്നുള്ളതാണ്. ആ ബസ്സിലെ കണ്ടക്ടറായാലും ഡ്രൈവറായാലും മറ്റ് ജീവനക്കാരും അവർ ഉണ്ടായിരുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ നഴ്സുമാരെല്ലാവരും തന്നെ ഒത്തുചേർന്നപ്പോൾ എന്തായാലും ജോണി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ജീവൻ തിരിച്ചു ലഭിച്ചു. അതിനോടൊപ്പം തന്നെ ഏറ്റവും പെട്ടെന്ന് തന്നെ ചികിത്സ ലഭ്യമാക്കാനും കഴിഞ്ഞു. ഏറ്റവും ഒരു മനോഹരമായ ഒരു കാര്യമെന്ന് പറയുന്നത് ആർക്കും തന്നെ അതിനൊരു എതിരഭിപ്രായം ഉണ്ടായില്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും എല്ലാവരും ഒത്തുചേർന്നപ്പോൾ അദ്ദേഹത്തിന് ജീവൻ തിരിച്ചു കിട്ടി. നമ്മളുടെ എല്ലാവരുടെയും ഉള്ളിലെ ആ നന്മ അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തൊരു ഉദാഹരണമാണിത്.